ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇന്ത്യൻ വെൽത്ത് സൊല്യൂഷൻസ്. ഞാനിന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് മാർക്കറ്റിൽ എൻട്രി എടുക്കാൻ പേടിക്കുന്നവരുടെ, അതായത് എൻട്രി സമയത്ത് കിട്ടാത്തവരുടെ അവസ്ഥയും അതിനുള്ള ചെറിയ സൊല്യൂഷൻസും പറയാൻ പോകുന്നത്. ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. അതായത് മാർക്കറ്റ് അവിടെ ഒരു സപ്പോർട്ടിൽ വന്നിരിക്കുക. സപ്പോർട്ടിൽ വരുമ്പോൾ ഹൈ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ, നന്നായിട്ട് മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യുന്നവർ മാത്രമേ ഇവിടെ നിന്ന് എൻട്രി എടുക്കത്തുള്ളൂ. ഈ താഴെ ലോയിൽ നിന്ന് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഏരിയ അല്ലേ ഡിമാൻഡ് സോണെന്നോ അല്ലെ സപ്പോർട്ട് സോണെന്നോ ഏത് രീതിയിലാണെങ്കിലും ഇവിടെ നിന്നേ പ്ലാൻ ചെയ്ത് വയ്ക്കും അല്ലേ. അവർ ഇവിടെ നിന്നേ തന്നെ പൊസിഷൻ ട്രേഡ് വയ്ക്കും. അവിടെ വരുമ്പോൾ മാത്രമേ ലിമിറ്റ് ഓർഡറോ അല്ലെങ്കിൽ മാർക്കറ്റ് ഓർഡർ ആണെങ്കിലും അവിടെ വന്ന് എന്തെങ്കിലും ഫോർമേഷൻ കാണിക്കുമ്പോൾ മാത്രമേ എൻട്രി എടുക്കത്തുള്ളൂ. അത് അത്രയും എക്സ്പെർട്ടായോ. അല്ലാത്തവരൊന്ന് കോമൺ ആയിട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത്, ഇവിടെ വന്നു മാർക്കറ്റ്, ഇവിടെ സപ്പോർട്ട് എടുത്തു, ഇവിടെ കുറച്ച് ഗ്രീൻ ക്യാൻഡിലൊക്കെ വന്നു, അപ്പോൾ ഒരു റീടെസ്റ്റ് വരണം എന്ന് ആഗ്രഹിക്കും അല്ലേ. വന്നാലേ അവരുടെ ക്രൈറ്റീരിയ ഓക്കെ ആകുള്ളൂ. അപ്പോൾ അവർ ഇവിടെ നിന്ന് വന്നു, ഇവിടെ വന്നു, റീടെസ്റ്റ് വന്നു, എൻട്രി എടുക്കാം. അങ്ങനെ എൻട്രി എടുക്കുന്നവർ കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ. ഇല്ലെങ്കിൽ എന്താണ്, തൊട്ട് മുമ്പുണ്ടാക്കിയ കയ്യെ ക്ലോസ് ചെയ്തിട്ട് അവിടെ നിന്ന് എൻട്രി എടുക്കാം എന്ന് വിചാരിക്കും അല്ലേ. അപ്പോൾ അവിടെ നിന്നൊരു പൊസിഷൻ ചെയ്താലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് എൻട്രി എടുക്കുന്നത്. SL ഇവിടെയാണ്. ചിലർ താഴെയും വയ്ക്കും കേട്ടോ, താഴെ തന്നെ ആരും ലോയിലും വയ്ക്കും. കാരണം മാർക്കറ്റ് നേരത്തെ ഇവിടെയാണ് സപ്പോർട്ട് എടുത്തത്, അതുകൊണ്ട് അതിൻ്റെ താഴെയും വയ്ക്കാം. പക്ഷേ നോർമലി ഇവിടെ വെച്ചോട്ടെ, ഇരുന്നോട്ടെ, കുഴപ്പമില്ല, സ്വിങ്ങിൻ്റെ താഴെ അല്ലേ. അപ്പോൾ നമ്മളവിടെ നിന്ന് 1:1 എന്നൊക്കെ ചിലപ്പോൾ എടുക്കാം. ചിലർ ഇവിടെ നിന്നും എടുക്കും, മറ്റു ചിലർ ഇവിടെ നിന്നും എടുക്കത്തില്ല. എന്താ റീസൺ? ഇതിന് തൊട്ട് മുമ്പിൽ രാവിലെ മാർക്കറ്റ് ഉണ്ടാക്കിയ ഇവിടെ ഒരു ഹൈ, ഇന്നലത്തെ ഹൈ ഇവിടെ ഉണ്ടല്ലേ, ഇതായി റെഡ് ലൈന് ഇന്നലത്തെ ഹൈ ആണ്. അത് ക്ലോസ് ചെയ്യട്ടെ എന്ന് വിചാരിക്കും അല്ലേ, അത് ബ്രേക്ക് ചെയ്യട്ടെ എന്ന് വിചാരിക്കും അല്ലേ. ഇവിടെ നിന്ന് എടുക്കാത്തതിൻ്റെ റീസൺ തൊട്ട് മുകളിൽ ഇന്നലത്തെ പ്രീവിയസ് ഡേ ഹൈ ഉണ്ട്, അതുകൂടെ ലേശം ചെറിയ പോയിന്റേ ഉള്ളൂ, അതുകൂടെ ഒന്ന് ബ്രേക്ക് ചെയ്യട്ടെ എന്ന് വിചാരിക്കും, എന്നിട്ട് എടുക്കാമെന്ന് വിചാരിക്കും അല്ലേ. അപ്പോൾ കാണാം ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്നാണ്, അപ്പോൾ ഇതുകൂടെ ക്രോസ് ചെയ്യണമെങ്കിൽ എടുക്കാം എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ നിന്നൊരു എൻട്രി എടുത്തില്ല, എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എടുത്തില്ല, അത് ഓക്കെ. ബട്ട് റീടെസ്റ്റ് വന്നിട്ടും എടുത്തില്ല അല്ലേ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ടും എടുത്തില്ല. ടോട്ടൽ മുകളിലത്തെ ഹൈ കട്ട് ചെയ്യുമ്പോൾ എടുക്കാം, ഹൈ കട്ട് ചെയ്തില്ല. മാർക്കറ്റ് പകരം എന്താണ് ചെയ്തത്, മാർക്കറ്റ് സൈഡ് വൈസ് ആണ്, എൻട്രി കിട്ടിയില്ല അല്ലേ, എൻട്രി കിട്ടിയില്ല. പിന്നെ എവിടെ നിന്നാണ് എൻട്രി കിട്ടിയേ, ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ അല്ലേ, ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഒരു ബ്രേക്ക് കിട്ടിയത്. ഇത് ഇൻഡെക്സ് ആയതുകൊണ്ട് ഇത് കുറച്ച് ദിവസത്തെയാണ് കേട്ടോ, 25-ാം തീയതി തുടങ്ങി 5-ാം തീയതി വരെയുള്ള മാർക്കറ്റിൻ്റെ സ്ട്രക്ചറാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ എന്നാലും സ്റ്റോക്കായാലും ഏത് തന്നെ ആയാലും കാര്യം പറയുമ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് എൻട്രി കിട്ടി, മാർക്കറ്റ് നിങ്ങൾ പൊസിഷൻ ചെയ്തു അല്ലേ, ഇവിടെ പൊസിഷൻ ചെയ്തു, ഇവിടെ നിന്ന് എൻട്രി എടുത്തു, താഴെ വരെയുള്ള സ്വിങ് ലോ കണക്കാക്കി നിങ്ങൾ SL വയ്ക്കും. എന്നിട്ട് 1:2 വെച്ചെന്നിരിക്കട്ടെ, അല്ലെ 1.5 വെച്ചെന്നിട്ടിരിക്കട്ടെ, ഇത്രയും പോകണം. നിങ്ങൾ ഇവിടെ എൻട്രി എടുത്തു, പക്ഷെ നിങ്ങൾ SL ഇവിടെ ഹിറ്റ് ചെയ്തു. നിങ്ങൾ എത്ര നേരം നോക്കിയിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആക്കാൻ പറ്റാത്തത്? നിങ്ങൾക്ക് ഡൗട്ടാണ്, ചെറിയ ഫിയറാണ് അല്ലേ, പേടിയാണ്, മാർക്കറ്റിന് ചില പേടിയാണ്. ഇവിടെ നിന്ന് എടുത്താൽ ഏതും ബ്രേക്ക് ചെയ്ത് താഴെ പോകുമോ എന്നുള്ള പേടി, ഇവിടെ നിന്ന് എടുത്താൽ SL അടിക്കുമോ എന്നുള്ള പേടി. റീടെസ്റ്റ് വന്നപ്പോൾ അവിടെ നിന്ന് എടുത്തില്ല, തൊട്ട് മുമ്പുള്ള ഹൈ ബ്രേക്ക് ചെയ്യുമോ, റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ച് താഴെ വരുമോ എന്നുള്ളൊരു പേടി അല്ലേ. അടുത്ത് വീണ്ടും അത് ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് പോയപ്പോൾ ഇന്നലത്തെ ഹൈ ബ്രേക്ക് അവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് വന്നാലോ എന്ന് പേടി. കാരണം മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത് താഴേക്കാണ് വന്നിട്ടുള്ളത് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്ത മാർക്കറ്റിൻ്റെ ഹൈയുടെ ബ്രേക്ക് ചെയ്യട്ടേ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻട്രി കിട്ടാത്തത്. നമുക്ക് SL ഉണ്ട് അല്ലേ, SL നമുക്ക് പോയിന്റ് വയ്ക്കാം. ഇതൊരു ഡിമാൻഡ് സോണാണ്, സപ്ലൈ സോണാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാലേ നിങ്ങൾക്ക് മാർക്കറ്റ് എവിടെ നിന്നും സപ്പോർട്ട് എടുക്കുമെന്ന്, എവിടെ നിന്നും റെസിസ്റ്റ് എടുക്കുമെന്നും, ഇവിടെ സൈഡ് ബേസ് അടിക്കുമെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇത്രയും നിങ്ങൾ പേടി കൊണ്ട് എടുക്കാത്തത് കാരണം നിങ്ങൾ ഫുള്ളും ബ്രേക്ക് ചെയ്തിട്ട് എടുത്തപ്പോൾ
മാർക്കറ്റ് പോകേണ്ടതായിട്ടുള്ള ആവറേജ് മൂവ്മെൻറ്റ് അല്ലേ, ഒരു ദിവസം മാർക്കറ്റ് പോകേണ്ടതായിട്ടുള്ള ആവറേജ് മൂവ്മെൻറ്റ് പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചേ, ഇവിടെ മാർക്കറ്റ് ഉടനെ തന്നെ നിങ്ങൾ എൻട്രി എടുത്തതിൽ നിന്നും 1:1 പോയിന്റ് പോലും കിട്ടാതെ മാർക്കറ്റ് റിവേഴ്സ് വന്നത് അല്ലേ. ഇതോടെ ലിക്വിഡിറ്റി സ്വീപ്പർ എന്നോ അല്ലേ, ഫാൾസ് ബ്രേക്ക്ഔട്ട് എന്നോ എന്തൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മാർക്കറ്റിലൊരു സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എൻട്രി എടുക്കുക, SL വയ്ക്കുക എന്നുള്ളതും നിർബന്ധമാണ് അല്ലേ. നമ്മളതിൽ വയ്ക്കാൻ SL ഉണ്ട്, നമുക്ക് 1000 രൂപയെങ്കിലും SL കൊടുക്കാം അല്ലേ. നമ്മളിവിടെ 1000 രൂപ SL കൊടുത്താൽ 2000 രൂപ പ്രോഫിറ്റ് കിട്ടണം അല്ലേ. 1500 രൂപയെങ്കിലും കുറഞ്ഞത് പ്രോഫിറ്റ് കിട്ടണം. അതുകൊണ്ട് നമുക്കിവിടെ ഒരു SL ഉണ്ട്. മാർക്കറ്റ് സപ്പോർട്ട് എടുത്തപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തപ്പോൾ എൻട്രി എടുത്തില്ല, പോട്ടെ. പക്ഷേ ഒരു റേറ്റ് ടെസ്റ്റ് വരുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എൻട്രി എടുത്തൂടെ അല്ലേ. താഴെ ഒരു SL പോലെ ഉണ്ട് അല്ലേ. ഇവിടെ നിന്നെങ്കിലും നിങ്ങൾ SL എൻട്രി എടുക്കണം, അല്ലാതെ പേടിച്ചിരിക്കരുത് അല്ലേ. നേരത്തെ ഉള്ള ലോയെ സിങ്ങിനെ ഒരു SL ഏരിയയെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ രാവിലെ ഓപ്പൺ ചെയ്ത ഹൈയെ ടാർഗറ്റായി പരിഗണിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കിവിടെ എൻട്രി എടുക്കാമായിരുന്നു. പക്ഷേ നിങ്ങൾ എന്താ ചെയ്തേ, നിങ്ങൾ നേരത്തെ ഉള്ള ഹൈയിൽ റെസിസ്റ്റൻസ് എടുക്കുമോ എന്ന് പേടിച്ചു. രാവിലെ ഉണ്ടാക്കിയ അവിടെ നിന്ന് ഇനി കുറച്ച് ഏരിയ ഉള്ളൂ എന്ന് പേടിച്ചു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ എൻട്രി കിട്ടത്തില്ല. മാർക്കറ്റിൽ പേടി എന്നുള്ളത് മാറ്റിക്കൊള്ളുക, കരുതൽ അല്ലേ, ഒരു സൂക്ഷ്മത അല്ലേ, കാര്യശേഷി ഇവയൊക്കെ വേണം ചെയ്യാൻ. അല്ലാണ്ട് മാർക്കറ്റിൽ പേടി എന്നുള്ള സാധനം വെക്കരുത്. ഓക്കെ, വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റത്തില്ല. അഥവാ നിങ്ങൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എൻട്രി എടുത്ത ഏരിയയിൽ നിന്ന് മാർക്കറ്റ് തിരിച്ചു അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നോ അല്ലെങ്കിൽ ഒരു റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെയോ ഒരു SL നിങ്ങളുടെ ആവറേജ് പോയിന്റ് SL ഉണ്ടാവുമല്ലോ. 1000 രൂപ 2000 രൂപ 3000 രൂപ എത്രയാണോ അത് അവിടെ കണക്കാക്കി SL ഏരിയ വച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാർഗറ്റ് പക്കാ വയ്ക്കേണ്ടതാ കിട്ടും. ആ ടാർഗറ്റ് കണക്കാക്കി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കണം. അല്ലാതെ എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് എടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ അല്ലേ. എല്ലാം ഓക്കെ വന്നിട്ട് അല്ലേ, ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാം എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ. ഫുള്ള് ലീവാണ്, വീട്ടിൽ പണിയില്ലാതിരിക്കുകയാണ്, പക്ഷേ ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് ലീവ് എടുക്കാൻ എന്ന് പറയുന്ന പോലെ. ഇതൊക്കെ ചില കാര്യങ്ങൾ നടക്കാത്ത കാര്യങ്ങളാണ്. എപ്പോഴാണോ സംഭവിക്കേണ്ടത് ആ സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ നിന്നില്ല എങ്കിൽ അല്ലേ, അത് പിന്നെ ആ ഓഫർ നമുക്ക് കിട്ടുന്നതല്ല, എല്ലാം മിസ്സായി പോകും. നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് അത് മനസ്സിലാക്കണം അല്ലേ. നല്ലതാണോ മോശമാണോ, നമ്മളെ കൊണ്ട് പറ്റുമോ, നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോ, നമുക്ക് എത്ര പറ്റും എന്നുള്ളതൊക്കെ നമ്മളത് ലോജിക്കലായിട്ട് ആ സമയത്ത് തന്നെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്താണോ, എത്രയാണോ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഏരിയ, അതുവരെ നിങ്ങൾക്ക് ടാർഗറ്റ് ഹോൾഡ് ചെയ്യാം. അല്ല 1:1 1:2 ഒന്നും അല്ല. എന്താണ് ടാർഗറ്റ് ഏരിയ എന്നുള്ളത്? തലേ ദിവസത്തെ ഹൈ ഏരിയ ആകാം, പിന്നെന്താണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഹൈ ഏരിയ ആകാം. ഇതൊക്കെ ടാർഗറ്റ് ഉണ്ട് അല്ലേ. അവിടെ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടല്ലേ മാർക്കറ്റ് അവിടെ താഴേക്ക് വന്നേ അല്ലേ. അപ്പോൾ നമുക്കവിടെ മുമ്പുണ്ടായിരുന്ന റെസിസ്റ്റൻസ് ഏരിയയും അല്ലേ, തലേ ദിവസത്തെ റെസിസ്റ്റൻസ് ഏരിയ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ടാർഗറ്റ് വയ്ക്കാം. ഏറ്റവും താഴെ വന്ന് സപ്പോർട്ട് എടുത്ത സ്ഥലത്ത് SLും വയ്ക്കാം. അല്ലാണ്ട് അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് അതൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ഏരിയ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എൻട്രി എടുക്കുമ്പോൾ ഇതുപോലുള്ള സൈഡ് വേസ് മാർക്കറ്റിലോ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അങ്ങറ്റം പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ട്രേഡ് എടുക്കുന്നത്, നിങ്ങൾ SLും അടിക്കുന്നത്. ആ മാർക്കറ്റ് ക്രോസ് ചെയ്ത് ബ്രേക്ക് ചെയ്തപ്പോൾ എത്ര എൻട്രി എടുത്തു, നിങ്ങൾ SL അടിച്ചു. ഇവിടെ നിങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എൻട്രി എടുത്തത് അല്ലേ, ബട്ട് നിങ്ങൾ SL അടിച്ചു. പക്ഷേ നിങ്ങൾ താഴെ നിന്നാണ് ഒരു എൻട്രി ട്രയൽ SLോ താഴെ ബോട്ടത്തിൽ നിന്ന് എൻട്രി എടുത്തെങ്കിൽ ഇത്രയെങ്കിലും പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ലായിരുന്നോ? അപ്പോൾ ഇവിടെ നിന്ന് പേടിച്ചിട്ട് എടുക്കാതിരുന്നത് നഷ്ടമല്ലേ അല്ലേ. ഇവിടെ മുകളിൽ വന്നിട്ട് ബ്രേക്ക് ചെയ്തപ്പം നിങ്ങൾ എൻട്രി എടുത്തു, അത് SL അടിച്ചു. പക്ഷേ താഴെ നിന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ SL അടിച്ചാലും നഷ്ടമില്ല, നമ്മൾ ബോട്ടത്തിൽ നിന്നാണ് എടുത്തത് അല്ലേ. അതിനോട് തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അല്ലേ, രാവിലെ ആയതേ ഉള്ളൂ. അപ്പോൾ ഇനി മാർക്കറ്റ് പോകാൻ ഇനി വൈകുന്നേരം 3 മണി 3:30 വരെ സമയമുണ്ട്. അതിനിടയ്ക്ക് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി മുകളിലോട്ടുള്ള SL അടിച്ചാലും താഴേക്ക് മാർക്കറ്റ്
റീടെസ്റ്റ് തന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു താഴേക്ക് വേണമെങ്കിലും എടുക്കാം ഇല്ലേ? അപ്പോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് പോക്കനുസരിച്ച് വേണം ട്രേഡ് എടുക്കാൻ. നമുക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ ഓരോ സ്ട്രാറ്റജി വെച്ചായിരിക്കും, എല്ലാ സ്ട്രാറ്റജിയും കൂടെ ചിലർ ചെയ്യുന്നത് തീരെ കുറവായിരിക്കും. മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിനനുസരിച്ച് അതിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് വേണം, അതിൻ്റെ രീതിക്ക് അനുസരിച്ചുള്ള സ്ട്രാറ്റജി വേണം നമ്മൾ ചെയ്യാൻ. എനിവേ താങ്ക് യു. അടുത്ത വീഡിയോ നമുക്ക് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.